വിശദമായ വാർത്തയിലേക്ക്. സംസ്ഥാനത്തെ 2.6 കോടി വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തുകളിലേക്ക്. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 140 മണ്ഡലങ്ങളിലും പൂർത്തിയായി. സംസ്ഥാനത്താകെ 1203 സ്ഥാനാർത്ഥികളാണ് ജനവിധി തേടുന്നത്. സുരക്ഷയ്ക്കായി 52,000 പോലീസുകാരെയും വിന്യസിച്ചിട്ടുണ്ട്. 2.5 മാസം നീണ്ട പ്രചരണങ്ങൾക്കൊടുവിലാണ് 2,60,19,284 വോട്ടർമാർ നാളെ പോളിംഗ് ബൂത്തുകളിലെത്തുന്നത്. നാളെ രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് പോളിംഗ് സമയം. തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം 140 മണ്ഡലങ്ങളിലും ഉച്ചയ്ക്ക് 1 മണിയോടെ പൂർത്തിയായി. 140 മണ്ഡലങ്ങളിലായി 21,484 പോളിംഗ് ബൂത്തുകളാണുള്ളത്. ഇതിൽ 1,300 പ്രശ്നബാധിത ബൂത്തുകളും. കണ്ണൂരിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകളുള്ളത്. 1,203 സ്ഥാനാർത്ഥികളാണ് ഇത്തവണ ജനവിധി തേടുന്നത്. 35,946 വോട്ടിംഗ് യന്ത്രങ്ങളാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ആദ്യമായി വിവിപാറ്റ് സംവിധാനം ഉപയോഗിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ഇത്തവണത്തേത്. സംസ്ഥാനത്തെ 12 മണ്ഡലങ്ങളിലാണ് വിവിപാറ്റ് ഉപയോഗിക്കുക. സംസ്ഥാനത്തൊട്ടാകെ സുരക്ഷയ്ക്കായി കേന്ദ്രസേന ഉൾപ്പെടെ 52,000 പേരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകൾ CCTV ക്യാമറ നിരീക്ഷണത്തിലുമാകും. വെബ്കാസ്റ്റിംഗ് സംവിധാനവും ബൂത്തുകളിലുണ്ട്. മാതൃകാ പോളിംഗ് ബൂത്തുകൾ, സ്ത്രീ സൌഹൃദ ബൂത്തുകൾ എന്നിവയും സജ്ജീകരിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 6:15 മോക്ക് പോൾ ആരംഭിക്കും. തുടർന്ന് 7 മണിയോടെ പോളിംഗ് ആരംഭിക്കും. വൈകിട്ട് 6 മണിവരെ ക്യൂവിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാൻ അവസരമൊരുക്കുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ അറിയിച്ചു. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ ശേഷിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ചീഫ് ഇലക്ടറൽ ഓഫീസർ EK മാജി അറിയിച്ചു. ചില സ്ഥലങ്ങളിൽ എക്സിറ്റ് ചെയ്തു പോയി. അതുകൊണ്ട് we have had to set up auxiliary polling stations. So we have a total of 148 auxiliary polling stations and these are in different constituencies and in this polling stations, last time Commission Manas, not this time, in the month of February, they had given a target that Kerala should at least set up a couple of model polling stations. When I commissioned a target 500, I don't know, but I have taken the figures from the district collectors. We will be able to establish something like 800 model polling stations across the state. So that is a good thing for the people. And we have also requested them for establishing all women managed polling stations. As of figures which are coming now, depending on the availability of the polling staff, around 215 all women managed polling stations we are trying to set up in the state. സമ്പൂർണ്ണ തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ രക്ഷിക്കാനുള്ള അവസരമാണ് തെരഞ്ഞെടുപ്പെന്ന് പിണറായി വിജയൻ. മോദിക്ക് കേരളത്തിൽ മുന്നേറ്റമുണ്ടാക്കാൻ കഴിയാത്തതിന്റെ നിരാശയിലാണെന്നും കേരളത്തിലെ ഒരു മണ്ഡലവും BJPയെ സ്വീകരിക്കില്ലെന്നും പിണറായി വിജയൻ പറഞ്ഞു. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടി തയ്യാറാക്കിയ വർഗീയ അജണ്ട വെച്ച് കേരളത്തെ തങ്ങളുടെ വരുതിയിലാക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. കേരളത്തിൽ ഒരു മണ്ഡലവും ഇവരെ സ്വീകരിക്കില്ല എന്ന് മനസ്സിലായപ്പോൾ കടുത്ത നിരാശ RSSനെയും BJPയെയും ബാധിച്ചിരിക്കുന്നു. അതിൻ്റെ പ്രതിഫലനമായാണ് നരേന്ദ്രമോദി കേരളത്തിനെതിരെ അധിക്ഷേപ വാക്കുകൾ ചൊരിഞ്ഞത്. കേരളത്തെ സോമാലിയുമായി ഉപമിച്ചതും ഇതിൻ്റെ ഭാഗമായാണ് എന്ന് നാം കാണേണ്ടതായിട്ടുണ്ട്. തെരഞ്ഞെടുപ്പിൽ LDF വൻ വിജയം നേടുമെന്ന് പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ. UDF സർക്കാരിന്റെ അഴിമതിക്കും സ്ത്രീവിരുദ്ധ നിലപാടിനുമെതിരായ വിധിയെഴുത്താവും ഉണ്ടാവുക. പാവപ്പെട്ട ഒരമ്മയുടെ കണ്ണീരൊപ്പാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലേതെന്നും പെരുമ്പാവൂർ ജിഷയുടെ ഘാതകരെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് VS പറഞ്ഞത്. മോദിയുടേത് വെറും ബഡായി പറച്ചിലാണെന്നും VS പ്രതികരിച്ചു. നടത്തിയെടുത്തോളം പ്രചരണങ്ങൾ ജനങ്ങൾക്ക് നല്ല കോൺഫിഡൻസ്, UDFന്റെ പിന്നെ ജനദ്രോഹപരമായ നയങ്ങൾ, വിലക്കയറ്റം, അതേപോലെ തന്നെ അഴിമതി, സ്ത്രീകളോടുള്ള പെരുമാറ്റം, ഇതിൻ്റെ എല്ലാം ഫലമായിട്ട് UDFനെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ ജനങ്ങൾക്ക് അറ്റുപോയിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം കൂടെയുള്ള ബെനിഫിറ്റ് ഇടതുപക്ഷത്തിനാണ് കിട്ടിയിരിക്കുന്നത്. ആ സാധു സ്ത്രീയുടെ പ്രശ്നത്തിൽ പോലും ഇവരെ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന നിലപാടുകളെ സംബന്ധിച്ച് വെറും സൂത്രങ്ങളാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. തികഞ്ഞ ആത്മവിശ്വാസത്തോടെയാണ് പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. കേരളത്തിൽ BJP അക്കൗണ്ട് തുറക്കില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞു. UDF ആദ്യം മുതൽ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്
ആത്മവിശ്വാസത്തിൽ തന്നെയാണ് നാളെ പോളിംഗിന് പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ BJPയുടെ സാന്നിധ്യത്തെക്കുറിച്ചായിരുന്നു വലിയ ചർച്ച ഉണ്ടായിരുന്നത്. BJP അക്കൗണ്ട് തുറക്കത്തില്ല. UDF മികച്ച വിജയം നേടുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരനും പറഞ്ഞു. UDFന് അനുകൂലമായ റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഐക്യജനാധിപത്യ മുന്നണി വളരെ ആത്മവിശ്വാസത്തോടുകൂടി മുന്നോട്ട് പോവുകയാണ്. വിജയം സുനിശ്ചിതം. എല്ലാ ഭാഗത്തുനിന്നും അനുകൂലമായ റിപ്പോർട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത്. UDF ഒറ്റക്കെട്ടായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഫലമായി നല്ല വിജയത്തിലേക്ക്, മികച്ച വിജയത്തിലേക്ക് കുതിക്കുകയാണ്. BJP മികച്ച വിജയം നേടുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റും വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയുമായ കുമ്മനം രാജശേഖരൻ പറഞ്ഞു. എല്ലായിടത്തും വളരെ ശുഭപ്രതീക്ഷയാണ്. കാരണം ഇന്നലത്തെ കുട്ടിക്കലാശവും റോഡ് ഷോയും സമാപന പരിപാടികളും കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നടന്നതോടുകൂടി അതിന് ലഭിച്ച സ്വീകാര്യതയും ജനപങ്കാളിത്തവും ജനപിന്തുണയും കേരളത്തിൽ വലിയൊരു കുതിച്ചുചാട്ടം NDA നടത്തും എന്നുള്ളത് വളരെ വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. അത് തെളിയിക്കുന്നതായിരുന്നു. കാരണം ദുർബലമാണ്, വേറെ ഒരു തരത്തിൽ ഇവിടെ സ്വാധീനമില്ലായിരുന്നുവെങ്കിൽ ഇത്തരത്തിലൊരു ജനപങ്കാളിത്തം ലഭിക്കുകയില്ലായിരുന്നു. അപ്പോൾ കിട്ടിയ ആ ഒരു വലിയ ആവേശവും ജനപിന്തുണയും ജനപങ്കാളിത്തവും ഒക്കെ തെളിയിക്കുന്നത് ഈ കേരളത്തിൽ വലിയൊരു മാറ്റത്തിൻ്റെ ശക്തമായ ഒരു കൊടുങ്കാറ്റ് അടിച്ചിട്ടുണ്ട്. ഒരു തരംഗവും അത് LDF UDF വിരുദ്ധ തരംഗമാണ്. ആ തരംഗം എന്ന് പറയുന്നത് ഒരു കേരളം ഇതേവരെ കണ്ടിട്ടില്ലാത്തൊരു രാഷ്ട്രീയ ജനശക്തിയുടെ മുന്നേറ്റമാണ്, ഉദയമാണ്. അത് സംഭവിക്കാൻ പോവുകയാണ്. വാർത്തകളിലേക്ക്. കേരളം വിധി എഴുതാൻ മണിക്കൂറുകൾ ബാക്കി നിൽക്കെ തെക്കൻ കേരളത്തിൽ മുന്നണികൾ പ്രതീക്ഷയിലാണ്. 2011-നേക്കാൾ നേട്ടമുണ്ടാക്കാൻ കഴിയുമെന്ന് LDF വിലയിരുത്തുമ്പോൾ UDFും പ്രതീക്ഷയിലാണ്. തെക്കൻ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാൻ കഴിയുമെന്നാണ് BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മുന്നണികൾ പ്രതീക്ഷയിലാണ്. തെക്കൻ കേരളത്തിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ 3 ജില്ലകളിലായി 30 മണ്ഡലങ്ങളാണ് ഉള്ളത്. 2011-ൽ LDF 17ഉം UDF 13 സീറ്റുകളാണ് നേടിയത്. തലസ്ഥാന ജില്ലയിൽ 14 സീറ്റിൽ ഭൂരിപക്ഷം നേടാനാകുമെന്നാണ് LDF വിലയിരുത്തുന്നത്. കഴിഞ്ഞ തവണ 5 സീറ്റുകളാണ് ജില്ലയിൽ LDF പിടിച്ചതെങ്കിൽ ഇത്തവണ ഭരണവിരുദ്ധ വികാരവും അഴിമതിയും വോട്ടായി മാറുമെന്നാണ് കണക്കുകൂട്ടൽ. UDFന്റെ സിറ്റിംഗ് സീറ്റുകളായ കഴക്കൂട്ടം, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, നെടുമങ്ങാട്, അരുവിക്കര എന്നിവിടങ്ങളിൽ ശക്തമായ മത്സരം കാഴ്ചവെക്കാനായത് LDFന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയാണ്. 7 മുതൽ 10 വരെ സീറ്റുകൾ ജില്ലയിൽ പിടിക്കാനാകുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലം ജില്ലയിൽ 9 സീറ്റുകളാണ് LDF കഴിഞ്ഞ തവണ നേടിയത്. 2 സീറ്റുകളിൽ മാത്രമാണ് UDF വിജയിച്ചത്. ഇത്തവണയും കൊല്ലത്തെ ചൂപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് LDF. എന്നാൽ നേരിയ മുന്നേറ്റം UDFും പ്രതീക്ഷിക്കുന്നുണ്ട്. പത്തനംതിട്ടയിലെ 5 സീറ്റുകളിൽ 3 2011-ൽ LDF വിജയിച്ചത്. ഇത്തവണ ഇവിടെ ചരിത്രം കുറിക്കാൻ കഴിയുമെന്നാണ് LDF നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. UDF സിറ്റിംഗ് സീറ്റുകളിൽ പോലും കടുത്ത മത്സരം കാഴ്ചവെക്കാൻ കഴിയുന്നത് ഇതിന് തെളിവായി LDF ചൂണ്ടിക്കാട്ടുന്നു. അതേസമയം ഇക്കുറി പത്തനംതിട്ടയിൽ ചിത്രം മാറുമെന്നാണ് UDFന്റെ വിലയിരുത്തൽ. അതേസമയം തെക്കൻ കേരളത്തിൽ അക്കൗണ്ട് തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് BJP നേതൃത്വം. BDJസുമായുള്ള കൂട്ടുകെട്ട് ഗുണം ചെയ്യുമെന്നും അവർ വിലയിരുത്തുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പോളിംഗിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മധ്യകേരളത്തിലെ 5 ജില്ലകളിൽ മുന്നണികളും സ്ഥാനാർത്ഥികളും ഏറെ പ്രതീക്ഷയിലാണ്. നിശബ്ദ പ്രചാരണ ദിനത്തിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി അടക്കമുള്ള പ്രമുഖ നേതാക്കൾ സജീവമായി രംഗത്തുണ്ടായിരുന്നു. മധ്യകേരളത്തിലെ പ്രധാന സ്ഥാനാർത്ഥികളെല്ലാം വോട്ടർമാരെ അവസാനമായി നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുന്ന തിരക്കിലായിരുന്നു. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ചും വീടുകൾ കയറിയിറങ്ങിയുമാണ് സ്ഥാനാർത്ഥികൾ വോട്ടർമാരെ കണ്ടത്. ചിലർ കല്യാണ വീടുകളും സന്ദർശിച്ച് വോട്ട് ചോദിച്ചു. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി രാവിലെ പുതുപ്പള്ളിയിലും KM മാണി പാലായിലും നിശബ്ദ പ്രചാരണ രംഗത്തുണ്ടായിരുന്നു. മന്ത്രിമാരായ രമേശ് ചെന്നിത്തല ഹരിപ്പാടും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കോട്ടയത്തും PJ ജോസഫ് തൊടുപുഴയിലും വോട്ടർമാരെ നേരിൽ കണ്ടു. പ്രമുഖ LDF നേതാക്കളായ തോമസ് ഐസക് ആലപ്പുഴയിലും G സുധാകരൻ അമ്പലപ്പുഴയിലും M സ്വരാജ് തൃപ്പൂണിത്തറയിലും AC മൊയ്തീൻ കുന്നംകുളത്തും നിശബ്ദ പ്രചാരണ ദിനത്തിലും സജീവമായി രംഗത്തുണ്ടായിരുന്നു. വടക്കാഞ്ചേരിയിലെ UDF സ്ഥാനാർത്ഥി അനിൽ അക്കരയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് KCBCയുടെ പേരിലിറങ്ങിയ സർക്കുലറിനെതിരെ KCBC തന്നെ രംഗത്തെത്തി. പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഇതിനെതിരെ പരാതി നൽകുകയും ചെയ്തു. അമ്പലപ്പുഴയിലെ UDF സ്ഥാനാർത്ഥി ഷേഖ് P ഹാരിസിന്റെ പ്രചാരണ വാഹനത്തിൽ കൊണ്ടുവന്ന VSനും G സുധാകരനുമെതിരായ ലഘുലേഖകൾ പോലീസ് പിടിച്ചെടുത്തു. വാഹനത്തിലുണ്ടായിരുന്ന 3 പേരെയും പോലീസ് പിടികൂടി. പുന്നപ്രയിലുണ്ടായ സമാന സംഭവത്തിലും ലഘുലേഖകൾ കൊണ്ടുവന്നവരെ പോലീസ് പിടികൂടി. അതേസമയം മധ്യകേരളത്തിലെ 5 ജില്ലകളിലും പോളിംഗ് സാമഗ്രികളുടെ വിതരണം ഉച്ചയോടെ തന്നെ പൂർത്തിയാക്കി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മധ്യകേരളത്തിലെ 50 സീറ്റുകളിൽ 28 UDFും 22 LDFും നേടിയിരുന്നു. ഇക്കുറി നില മെച്ചപ്പെടുത്താമെന്ന പ്രതീക്ഷയിൽ LDF ജനവിധി തേടുമ്പോൾ
കഴിഞ്ഞ തവണത്തെ വിജയം ആവർത്തിക്കാമെന്നാണ് UDF കരുതുന്നത്. അതേസമയം BJPക്ക് മധ്യകേരളത്തിൽ കാര്യമായ പ്രതീക്ഷകളില്ല. ന്യൂസ് ബ്യൂറോ, കൊച്ചി. മലബാറിലെ മണ്ഡലങ്ങളിലും ഇരുമുന്നണികളും കടുത്ത മത്സരത്തിലാണ്. 2011 സീറ്റുകൾ നിലനിർത്താമെന്ന് UDFും തരംഗത്തിലൂടെ സീറ്റുകൾ തൂത്തുവാരാമെന്ന് LDFും കരുതുന്നു. തിരഞ്ഞെടുപ്പിന്റെ ഭാഗതയെ നിർണ്ണയിക്കുന്ന മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്നതാണ് വടക്കൻ കേരളത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിത്രം. ലീഗിന് പരമ്പരാഗത വോട്ടുകൾ അവകാശപ്പെടാനുള്ള മലപ്പുറം ജില്ലയും ഇടതുകോട്ടയായ കോഴിക്കോട്, കണ്ണൂർ ജില്ലകളും ഇരുമുന്നണികൾക്കും നൽകുന്ന വിജയപ്രതീക്ഷ പ്രവചനാതീതമാക്കുന്നു. കാസർഗോഡ് ജില്ലയിൽ BJP അവകാശപ്പെടുന്ന വോട്ടുകളും അന്തിമ വിജയം ആർക്കൊപ്പം എന്ന് നിർണ്ണയിക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കും. വോട്ടർമാരെ നേരിട്ടു കണ്ട് വോട്ടുറപ്പിക്കാനാണ് തിരഞ്ഞെടുപ്പിന് മുൻപുള്ള നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകൾ സ്ഥാനാർത്ഥികൾ വിനിയോഗിച്ചത്. കണ്ണൂരിൽ ധർമ്മടത്തു നിന്നും മത്സരിക്കുന്ന CPIM PB അംഗം പിണറായി വിജയൻ വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. പാലക്കാട് മലമ്പുഴ മണ്ഡലത്തിൽ നിന്നും ജനവിധി തേടുന്ന മുതിർന്ന CPIM നേതാവ് VS അച്യുതാനന്ദൻ LDF തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിച്ചു. മത്സരരംഗത്തുള്ള പ്രമുഖ CPIM നേതാക്കളായ KK ശൈലജ ടീച്ചർ, EP ജയരാജൻ, KK ലതിക, TP രാമകൃഷ്ണൻ, AK ബാലൻ, A പ്രദീപ് കുമാർ, CK ശശീന്ദ്രൻ എന്നിവരും തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസുകൾ സന്ദർശിക്കാനും വോട്ടർമാരെ നേരിട്ട് കാണാനുമാണ് അവസാന പ്രചാരണ മണിക്കൂറുകൾ വിനിയോഗിച്ചത്. UDFിനു വേണ്ടി ജനവിധി തേടുന്ന മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടി, PK അബ്ദുറബ്, MK മുനീർ, KC ജോസഫ് എന്നിവരും നിശബ്ദ പ്രചരണത്തിന്റെ മണിക്കൂറുകളിൽ മുഴുവൻ സമയവും മണ്ഡലത്തിൽ തന്നെ ചിലവഴിച്ചു. BDJS പിന്തുണയോടെ വിജയപ്രതീക്ഷയിൽ NDA സ്ഥാനാർത്ഥികളും വടക്കൻ കേരളത്തിലെ വിവിധ മണ്ഡലങ്ങളിൽ നിശബ്ദ പ്രചരണം നടത്തി. ഉച്ചയോടെ പോളിംഗ് സാമഗ്രികൾ എത്തിച്ച പോളിംഗ് ബൂത്തുകളിൽ കേന്ദ്രസേനയടക്കമുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. പ്രശ്നബാധിത ബൂത്തുകൾ ഏറെയുള്ള കണ്ണൂർ ജില്ലയിൽ കൂടുതൽ സേനയെ വിന്യസിച്ച് സുരക്ഷ ശക്തമാക്കിയിട്ടുണ്ട്. മാവോയിസ്റ്റ് ഭീഷണിയുള്ള ബൂത്തുകളിൽ കർശന സുരക്ഷാ മുൻകരുതലുകളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. കഴക്കൂട്ടത്തെ LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനെതിരെ വ്യാജ പോസ്റ്ററുകൾ പതിച്ച സംഭവത്തിൽ 2 കോൺഗ്രസ് പ്രവർത്തകർ പിടിയിലായി. നോട്ടീസുകൾ വിതരണം ചെയ്തവരെ നാട്ടുകാർ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചു. ഒരുവാതിൽക്കോട്ടയിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് ബൂത്ത് ഓഫീസിൽ നിന്ന് പോസ്റ്ററിന്റെ കെട്ടുകൾ ഇലക്ഷൻ സ്ക്വാഡ് പിടിച്ചെടുത്തു. കഴക്കൂട്ടം മണ്ഡലത്തിലെ ഒരുവാതിൽക്കോട്ട, കരിക്കകം മേഖലകളിലാണ് LDF സ്ഥാനാർത്ഥി കടകംപള്ളി സുരേന്ദ്രനെ അപകീർത്തിപ്പെടുത്തുന്ന പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത്. ഗൃഹസന്ദർശനത്തിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരാണ് നോട്ടീസ് വിതരണം ചെയ്തതെന്ന് വീട്ടമ്മ അംബിക പറയുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിക്കുന്ന എല്ലാ നോട്ടീസുകളിലും പ്രസിദ്ധീകരിക്കുന്ന ആളിന്റെയും സംഘടനയുടെയും പേരുണ്ടാകണമെന്നതാണ് ചട്ടം. എന്നാൽ ഇതൊന്നുമില്ലാത്ത നോട്ടീസുകളാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രചരിപ്പിച്ചത്. വീടുകളിൽ വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച നോട്ടീസുകൾ ഒരുവാതിൽക്കോട്ടയിൽ പ്രവർത്തിക്കുന്ന 85-ാം ബൂത്തിൽ നിന്നും ഇലക്ഷൻ ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. നോട്ടീസ് വിതരണം ചെയ്തവരെ നാട്ടുകാർ വളഞ്ഞുവെച്ച് പേട്ട പോലീസിന് കൈമാറി. സംഭവവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകരായ ശ്രീകണ്ഠൻ, സുരേഷ് കുമാർ എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. MLA MA വാഹിദിന്റെ നിർദ്ദേശമനുസരിച്ച് മണ്ഡലം പ്രസിഡന്റാണ് പോസ്റ്ററുകൾ വിതരണം ചെയ്യാൻ തങ്ങളെ ഏൽപ്പിച്ചതെന്ന് അറസ്റ്റിലായവർ പറയുന്നു. രാഷ്ട്രീയമായി നേരിടാൻ കഴിയാത്തതിനാലാണ് MA വാഹിദ് MLA ഇത്തരം വില കുറഞ്ഞ തന്ത്രം സ്വീകരിക്കുന്നതെന്ന് കടകംപള്ളി സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. അറസ്റ്റിലായവർക്കെതിരെ IPC 171 പ്രകാരം പേട്ട പോലീസ് കേസെടുത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. പെരുമ്പാവൂർ കൊലപാതകം നടന്ന 17 ദിവസം പിന്നിട്ടിട്ടും പ്രതിയെ കണ്ടെത്താനാകാതെ അന്വേഷണ സംഘം. പ്രതിയുടെ ഉമിനീർ പരിശോധനാ ഫലം വന്നെങ്കിലും കസ്റ്റഡിയിലുള്ളവരുടെ ഉമിനീരിന്റെ DNA ഘടനയുമായി സാമ്യമില്ലാത്തത് അന്വേഷണത്തിന് തിരിച്ചടിയാകുന്നു. അതിനിടെ അന്വേഷണ സംഘത്തിലുള്ളവർ തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയതോടെ അന്വേഷണം മന്ദഗതിയിലായി. ജിഷ എന്ന ദളിത് വിദ്യാർത്ഥിനിയെ അരുംകൊല ചെയ്തവരെ തേടി പോലീസ് അന്വേഷണം തുടരുകയാണ്. കഴിഞ്ഞ മാസം 28-നായിരുന്നു ജിഷ പട്ടാപ്പകൽ വീട്ടിൽ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടത്. സംഭവത്തിന് പിന്നിൽ അയൽവാസികളാണോ അന്യസംസ്ഥാനക്കാരാണോ എന്നത് പോലീസിന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കസ്റ്റഡിയിലുള്ള 4 പേരെ തുടർച്ചയായി ചോദ്യം ചെയ്യുന്നുണ്ടെങ്കിലും പ്രതിയിലേക്കെത്താവുന്ന തെളിവുകൾ ലഭ്യമായിട്ടില്ല എന്നാണ് സൂചന. എന്നാൽ ജിഷയുടെ ശരീരത്തിലേറ്റ കടിയിൽ നിന്ന് ശേഖരിച്ച ഉമിനീരിന്റെ DNA ഘടന പരിശോധനയിൽ വ്യക്തമായി. പ്രതിയുടെ ഉമിനീരിന്റെ DNA ഘടനയുമായി കസ്റ്റഡിയിൽ ഉള്ളവരുടെ DNA ഘടനയ്ക്ക് സാമ്യമില്ലാത്തത് പക്ഷേ അന്വേഷണത്തിന് തിരിച്ചടിയാവുകയാണ്. ജിഷയുടെ വീട് ഉൾപ്പെടുന്ന രായമംഗലം പഞ്ചായത്തിലെ 1-20 വാർഡുകളിലെ പുരുഷന്മാരുടെ വിരലടയാളം. കേരളം പോളിംഗ് ബൂത്തിലേക്ക് എത്താൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ